ഇത് മഴവെള്ളം പോകുന്ന 3 ഇഞ്ച് പൈപ്പാണ്. ഇവിടെ ഒരു ഹോള് വീണ്. കാരണം ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കൽക്കെട്ട് വരുന്നത്, കല്ല് കെട്ടി വെച്ചേക്കുന്ന ഭാഗം. അതിപ്പം അതിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ മാന്തിയപ്പോൾ എന്താണ്ട് പൊട്ടിയതാണ് ഇത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ മുകളിൽ, പൈപ്പിൻ്റെ മുകളിൽ നിന്നല്ല, ഏറ്റവും ടോപ്പിൽ വെള്ളം കെട്ടി നിർത്തിയ ഭാഗത്തു നിന്ന് വെള്ളം തുറന്ന് വിട്ടപ്പോഴാണ് ഇതേപോലുള്ള മഴവെള്ളം പോകുന്ന ഭാഗത്ത് ഇങ്ങനെ പൊട്ടലുണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ നല്ലൊന്ന് തുടച്ചിട്ട് ഇതേപോലൊരു പീസ്, അതായത് 3 ഇഞ്ചിൻ്റെ തന്നെ ഒരു പീസ് ഇതേപോലെ കുറുകെ നമ്മളിങ്ങനെ മുറിച്ചു. ഇങ്ങനെ തന്നെ മുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ അത് ഗമ്മ് തേച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല, കാരണം ഇത് റെയിൻ വാട്ടറാണ്, അതുകൊണ്ട് യാതൊന്നും പേടിക്കാൻ വേണ്ട. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തുടച്ചതിന് ശേഷം ഇതേപോലുള്ള ഹൈബോണ്ട്, അതായത് പൈപ്പ് ഒട്ടിക്കുന്ന പശ എടുത്തിട്ട് ദാണ്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ, അതായത് ഹൈബോണ്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം. അതിൻ്റെ ഏറ്റവും ടോപ്പിലും താഴെ എല്ലാം നല്ല രീതിയിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3 ഇഞ്ചിൻ്റെ സെയിം പൈപ്പിൻ്റെ തന്നെ അതേ പീസ് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉൾഭാഗം എല്ലാം നമ്മൾ പശ തേക്കണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് കടിച്ച് പിടിച്ച് കിടക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പശ തേക്കണം. പശ തേക്കാതിരിക്കരുത്. കാരണം ഹൈബോണ്ടാണ് എടുത്തേക്കുന്നത്. കാരണം ഹൈബോണ്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈബോണ്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സോൾവെൻ്റ് ആണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ പശ തേച്ചിട്ട് നേരെ കയറ്റി അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ പിടിച്ച് അതിൻ്റെ അകത്തോട്ട് തന്നെ അങ്ങ് കയറ്റി ഇട്ടാൽ മതി. സിമ്പിളായിട്ട് കിടന്നോളൂ, സിമ്പിളായിട്ട് കയറി വീണോളൂ. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ കമ്പി കൊണ്ട് ഇത് നല്ല രീതിയിൽ കെട്ടി വെക്കുക എന്നുള്ളതാണ്. കോപ്പർ കമ്പി ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ദ്രവിച്ചു പോകാനോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ കോപ്പർ കമ്പി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വയർ ടൈ ആണ് ഉപയോഗിക്കുന്നത്. വയർ ടൈ എടുത്തിട്ട് 300 mm വയർ ടൈ എടുത്ത് നല്ല ടൈറ്റ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. ബെറ്റർ എന്ന് പറയുന്നത് കോപ്പർ കമ്പി ഉണ്ട്, അതായത് വയറിൻ്റെയൊക്കെ കോപ്പർ വരുമല്ലോ, വയറിൻ്റെ അകത്തൂടെ പോകുന്ന വയറിൻ്റെ സ്ലീവ് കളഞ്ഞിട്ട് ആ കോപ്പർ എടുത്ത് കെട്ടിയാൽ മതി. കാരണം കനക്കുറവാണ്, നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. പക്ഷെ നമുക്കില്ലാത്തത് കൊണ്ടും ഇത് പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ടും ആണ് നമ്മൾ ഇതേപോലെ വയർ ടൈ എടുത്ത് നമ്മൾ ഇതുപോലെ കെട്ടുന്നത്. 300 mm വയർ ടൈ ആണ് നമ്മൾ കെട്ടുന്നത്. എന്ന് പറഞ്ഞ് ഇത് പൊട്ടിയോ അതല്ലാതെ പൊടിഞ്ഞോ ഒന്നും പോകത്തൊന്നുമില്ല. ഇവിടെ പിന്നീട് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. റെയിൻ വാട്ടർ ആയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതേപോലെ 3 ഇഞ്ചിൻ്റെ പൈപ്പ് തന്നെ, ഏതാണോ പൈപ്പ് പൊട്ടിയത് ആ പൈപ്പ് തന്നെ കൊണ്ട് എടുത്ത് അതിൻ്റെ ഒരു തുണ്ട് പീസ് എടുത്ത് ഇതേപോലെ ക്രോസ് കട്ട് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി വേ ആണ്.